വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു സ്നാക്ക് ഐറ്റമാണ് ഇത്. ശർക്കരയിലൊക്കെ പൊതിഞ്ഞെടുക്കുന്ന പീനട്സ് അല്ലെങ്കിൽ ജാഗ്രി കോട്ടഡ് പീനട്സിൻ്റെ റെസിപ്പി. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ 150 ഗ്രാം. ഇത് ടോസ്റ്റ് ചെയ്യാത്ത പച്ചക്കപ്പലണ്ടിയാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, മൂപ്പിച്ചെടുക്കണം. മൈക്രോവേവ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ 2-3 മിനിറ്റ് മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞാൽ മതി, നന്നായിട്ട് ടോസ്റ്റഡ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ പാനിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കപ്പലിൻ്റെയൊക്കെ നന്നായിട്ട് ടോസ്റ്റഡ് ആയിട്ടുണ്ട്. ഇനി ഇത് കൂളാവണം. കൂളായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് തൊലി കളഞ്ഞ ടോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ കപ്പലണ്ടി എല്ലാം ചൂടാറിയ ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. ശർക്കരയിൽ ഇങ്ങനെ പൊതിഞ്ഞാണ് ഈ ഒരു സ്നാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് ശർക്കര എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 75 ഗ്രാം ഉണ്ടാവും. 1/2 കപ്പ് ഹീപ്ഡാണ്. അതിലേക്ക് വളരെ കുറച്ചൊരു 1/4 കപ്പോളം വെള്ളം. 1/4 കപ്പ് തന്നെ ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഉരുകാനും പരുവത്തിനുള്ള വെള്ളം. അപ്പോൾ എന്തായാലും ഹെവി ബോട്ടമായിട്ടുള്ള പാത്രമാണ് നമുക്ക് കുക്ക് ചെയ്യാൻ നല്ലത്. ശർക്കര ഉരുകി നല്ലൊരു തിക്ക് പാനിയാവണം. നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഇടുവാണെങ്കിൽ അത് നല്ല ബോൾ പോലെ ആവണം. ആ ഒരു സ്റ്റേജാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു നൂൽ പരുവത്തിനേക്കാട്ടിലും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു സ്റ്റേജ്. ഇപ്പോൾ ശർക്കര നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് ആയൊന്നൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിയാൽ വെള്ളത്തിലത് നല്ലതായിട്ട് ഹാർഡായി അതേപോലെ ബോളാക്കി എടുക്കാൻ പറ്റും. തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നട്ട്സ്, പീനട്സ്, ഈ ശർക്കര ഇതിനകത്ത് നന്നായിട്ട് കോട്ടഡ് ആവണം. പ്ലേറ്റ് ലോ ഫ്ലെയിമിലാണ്. വൺസ് നന്നായിട്ട് കോട്ടഡ് ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചുക്കുപൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ തന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. നമ്മൾ ശർക്കര വരട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇത് ഇളകിക്കൊണ്ടിരിക്കുക. ആദ്യം ഇതുപോലെ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും. അത് ചൂടാറുന്നതനുസരിച്ച് അത് വിട്ട് വരും. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് വിടിയിച്ചെടുക്കണം. ഇളക്കിയില്ലെങ്കിൽ ഇതെല്ലാം കൂടെ കട്ടയായിട്ട് തന്നെ ഇരിക്കും. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കാം, ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. ഇപ്പം കണ്ടോ, ഇതെല്ലാം വിട്ട് വരിക. ചൂടാറുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വിട്ട് വരും. ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. ആ ഫുൾ ചൂട് പോകുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പും ആവും. ആ ഒരു സ്റ്റേജിലേക്ക് ചൂടാറുന്ന വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പം ചൂടാറുമ്പോഴത്തേക്ക് നല്ല ക്രഞ്ചിയാവും, നല്ല ക്രിസ്പിയാണ്. ഒന്നൊന്നിനോട് തൊടാതെ വിട്ട് കിടക്കും. അപ്പം സ്നാക്ക് ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണിത്. ഒരു ബോട്ടിലിട്ട് സൂക്ഷിക്കാം. നമ്മൾ ഈ ഉണ്ടാക്കിയേക്കുന്ന പീനട്സ് നല്ല ക്രഞ്ചിയാണ്, നല്ല മുരുമുരാന്നിരിക്കും, നല്ല രുചിയുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ എയർടൈറ്റായിട്ട് സൂക്ഷിക്കുവാണെങ്കിൽ ഒരു 3-4 ആഴ്ചയൊക്കെ കേടുകൂടാണ്ട് ടേസ്റ്റ് മാറാണ്ടിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.